വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജി എ വിഷയങ്ങളിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് മുൻവർഷ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മളൊരു ചോദ്യ പേപ്പർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡിസംബർ 6-ാം തീയതി 2018 ആണ് ലാസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം നടക്കുന്നത്. അന്ന് 6 ഡിസംബറിൽ നടന്ന ചോദ്യ പേപ്പറും അതിലെ GA ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ചോദ്യം നോക്കാം. ദ എലമെൻറ്റ്സ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ആർ അറേഞ്ച്ഡ് ഇൻ ഡാഷ് നമ്പർ ഓഫ് പീരീഡ്സ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ റെയിൽവേക്ക് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം ഇഷ്ടമാണ്. അവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ നമ്മുടെ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ചോദ്യത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഈ ഒരു പീരിയോഡിക് ടേബിളിനാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇത് ഹെൻറി മോസ്ലി ആണ് അവതരിപ്പിക്കുന്നത്. 1913 മോഡേൺ പീരിയോഡിക് ടേബിൾ വരുന്നത്. ഈ മോഡേൺ പീരിയോഡിക് ടേബിളുകൾ എലമെൻറ്റുകളെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരുടെ അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടുള്ളതിന് നമ്മൾ ഗ്രൂപ്പ് എന്നും വലത്ത് നിന്ന് ഇടത്തോട്ടുള്ളതിന് നമ്മൾ പീരീഡ് എന്നുമാണ് വിളിക്കുന്നത്. അങ്ങനെ മൊത്തം 18 ഗ്രൂപ്പും 7 പീരീഡുമാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അപ്പോൾ വെർട്ടിക്കൽ കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഹൊറിസോണ്ടൽ കോളങ്ങളാണ് എന്ത്, പീരീഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹെൻറി മോസ്ലി എഴുതരുത്. മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ ആരെന്ന് ചോദിച്ചാൽ മാത്രമേ എഴുതാവൂ. വെറുതെ പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം ദിമിത്രി മെൻഡലീവ് ആണ് നമ്മുടെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് മാത്രം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്ന കാരണം ആദ്യമായിട്ട് എലമെൻറ്റുകളുടെ അവരുടെ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തു. സോ നമ്മുടെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ ഓർഡറിലെന്ന് ചോദിച്ചാൽ അത് അറ്റോമിക് മാസിൻ്റെ ഓർഡറിലാണ്. അറ്റോമിക് നമ്പർ എന്താണ്, അറ്റോമിക് മാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് തന്നെ നമ്മൾ അത് പറയുന്നതായിരിക്കും. സോ ക്ലാസ് ഫുള്ളായിട്ട് കാണുക. ഓക്കെ, കാരണം അടുത്തൊരു ചോദ്യത്തിൽ ഇത് വരും. രണ്ടാമത്തെ ചോദ്യം, പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് സീഡ്സ് റീപ്രൊഡ്യൂസ് ബൈ ദ മെത്തേഡ് ഓഫ്. അതായത് സീഡ്സ് ഫോം ചെയ്യാൻ പറ്റാത്ത ചെടികൾ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് മാർഗത്തിലൂടെയാണ്? ഫിഷൻ വഴിയാണോ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണോ, മൾട്ടിപ്പിൾ ഫിഷൻ വഴിയാണോ, ബഡ്ഡിംഗ് വഴിയാണോ? ഉത്തരം എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. സോ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അസെക്ഷൽ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. അതായത് മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റുകൾ ചേർന്നല്ല ഫോം ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ബനാന ട്രീ, അതുപോലെ ജാസ്മിൻ, റോസ് എല്ലാവർക്കും അറിയാമല്ലോ, കമ്പ് മുറിച്ചാൽ നമ്മൾ നടുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെടിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ മുറിച്ച് നടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഇവിടെ മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഫിഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടോ അതിലധികമോ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിഷൻ എന്ന് വിളിക്കുന്നത്. സോ ഫിഷൻ ഈസ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ സെൽ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഒന്നിലധികം ഭാഗങ്ങളായിട്ട് മാറുന്നതിനാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുന്നത്. ഇതിൽ ബൈനറി ഫിഷനുണ്ട്, മൾട്ടിപ്പിൾ ഫിഷൻ എന്നിങ്ങനെ 2 രീതിയിലാണ് ഉള്ളത്. ഇനി മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ബഡ്ഡിങ്. ബഡ്ഡിങ്ങും എന്താണ്, ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഒരു ഓർഗാനിസം ചെറിയൊരു ബഡ് ഫോം ചെയ്യുകയും ഈ ബഡ് മറ്റൊരു ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ബഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പാരൻ്റ് ഓർഗാനിസത്തിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മൾ കൂടുതൽ സമയം ഞാൻ ഇതിനിടയിൽ പിന്നെ വിശദീകരിച്ച് കളയുന്നില്ല, കാരണം നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഉടനെ എന്ത് ചെയ്യുന്നത്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഓർഗാനിസംസ് ദാറ്റ് ഈറ്റ് അതർ ഓർഗാനിസംസ് കോൾഡ്? അതായത് ഒരു ഓർഗാനിസം അത് മറ്റു ഓർഗാനിസങ്ങളെ ഭക്ഷിക്കും. അങ്ങനെയുള്ള ഓർഗാനിസങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഹോളോട്രോഫിക് ഓർഗാനിസം ആണോ, പാരസൈറ്റിക് ഓർഗാനിസം ആണോ, കീമോട്രോഫിക് ആണോ, സാപ്രോഫൈറ്റിക് ആണോ? പെട്ടെന്ന് നമുക്ക് ഈ ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തെ കഴിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ പാരസൈറ്റിക് എന്നൊക്കെ എഴുതാൻ തോന്നും. പക്ഷേ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? അത് ഹോളോട്രോഫിക് ഓർഗാനിസം ആണ്. ഏതാണ്? ഹോളോട്രോഫിക് ഓർഗാനിസം ആണ്. അതായത് നമ്മൾ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗാനിസങ്ങൾ നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും, ഓട്ടോട്രോഫ് എന്നും ഹെറ്ററോട്രോഫ് എന്നും.
സ്വന്തമായി ആഹാരം പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ളവരെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അവർ മറ്റ് ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെടികൾ. ഓക്കെ. സോ എന്നാലും ഈ ഓട്ടോട്രോപ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മുടെ ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവർ. മറ്റൊന്ന് കീമോസിന്തറ്റിക് ആണ്. അതായത് സിന്തസിസ് എന്താണെന്നറിയാമല്ലോ, നമ്മുടെ സൺലൈറ്റ് ഗ്രീൻ പ്ലാന്റ്സിലെ ഇലകളിൽ പോകുന്നു, അവിടെ നിന്നിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ്. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഓർഗാനിസം, ഇപ്പോൾ സൾഫർ ബാക്ടീരിയ പോലെ ഉള്ളത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഓർഗാനിക് സബ്സ്റ്റൻസുകളിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കും. അതായത് അവർക്ക് സൺലൈറ്റും ക്ലോറോഫില്ലും ഒന്നും വേണ്ട, അല്ലാതെ കെമിക്കൽസ് ഉപയോഗിച്ച് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ കീമോസിന്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിസത്തെ രണ്ടായിട്ട് തിരിക്കാം. ഓട്ടോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നവർ. അപ്പോൾ ഹെട്രോട്രോപ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അവർ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അവർ മറ്റ് ഓർഗാനിസങ്ങളെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. സോ ഹെട്രോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫുഡിന് വേണ്ടി മറ്റ് ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഹോളോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോളോ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡിനെ ഇങ്ങനെ എടുത്തിട്ട്, വായ എന്ന് പറയുന്നൊരു ഹോളല്ലേ, അതിനകത്തോട്ട് കഴിക്കുന്ന ആൾക്കാരെന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഹ്യൂമൻസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഇവർ മറ്റ് ഓർഗാനിസത്തെ ഫുഡായിട്ട് കഴിക്കും. ആ ഓർഗാനിസം നമ്മുടെ വയറിനകത്ത് പോയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും, അതായത് ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടും. ഇതാണ് ഹോളോട്രോപ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പാരസൈറ്റിക് ആണ്. പാരസൈറ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ, ഒരു ഓർഗാനിസം പിന്നെ ഹോസ്റ്റ് അല്ലേ, ഇപ്പോൾ ഈ പറയുന്ന പെയിൻ, തലയിലുള്ള പെയിന്, ടാപ്പ് വേം പോലുള്ള ഓർഗാനിസങ്ങൾ എന്ത് ചെയ്യും, ഇത് മറ്റൊരു ഓർഗാനിസത്തിലായിരിക്കും ജീവിക്കുന്നത്, അതിൻ്റെ എനർജി മോഷ്ടിച്ച് കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ദോസ് ഓർഗാനിസംസ് വിച്ച് ലീവ് ഓൺ ഓർ ഇൻ ദ ബോഡി ഓഫ് അതർ ഓർഗാനിസംസ് ആർ കോൾഡ് ഹോസ്റ്റ് ഫ്രം വെയർ ദേ ഒബ്റ്റെയിൻ ദെയർ ഫുഡ്. ഓക്കെ. ഈ ഡെഫിനിഷനുകൾ നിങ്ങൾ വായിച്ച് വെക്കേണ്ട ഒരു ആവശ്യമാണ്. നമ്മുടെ റെയിൽവേയുടെ ചോദ്യങ്ങൾ പലപ്പോഴും ഈ ഡെഫിനിഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. കാരണം ഈ ഡെഫിനിഷൻ തന്നിട്ട് അതിനകത്തൊരു ഡാഷ് കൊടുത്തിട്ട് അത് എന്താണെന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഒരുപാട് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനിഷനും കൂടെ ഒന്ന് വായിച്ച് വിട്ടോളണം. സാപ്രോഫൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അത് നമുക്കറിയാം അല്ലേ, ഈ പറയുന്ന ഡീകേ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഡീകേ ചെയ്യുന്ന ഓർഗാനിസങ്ങളിൽ നിന്ന് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നവരെയാണ് നമ്മൾ സാപ്രോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണ് നമ്മൾ സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരവ്. അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ റിവേഴ്സ് പോയിട്ട് ഒന്നുകൂടി കാണണം. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് മസിൽസ് കണ്ടെയ്ൻ സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ്. മസിലിൽ കാണുന്ന പ്രോട്ടീൻ ഏത്? ലിപ്പോ പ്രോട്ടീൻ ആണോ, കോൺട്രാക്റ്റിൽ പ്രോട്ടീൻ ആണോ, ഗ്ലൈക്കോ പ്രോട്ടീൻ ആണോ, ന്യൂക്ലിയോ പ്രോട്ടീൻ ആണോ? അപ്പോൾ നമുക്കറിയാം മസിൽ എന്ന് പറയുന്നത് കോൺട്രാക്റ്റും റിലാക്സും ഒക്കെ ചെയ്യുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും കോൺട്രാക്റ്റിൽ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യുന്നത്, മസിലിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അതൊക്കെ മീഡിയേറ്റ് സ്ലൈഡിങ് ഓഫ് കോൺട്രാക്റ്റിൽ ഫൈബേഴ്സ്, അല്ലെ കോൺട്രാക്റ്റിൽ ഫൈബേഴ്സിനെ സ്ലൈഡിങ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുന്ന മസിൽസിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ സഹായിക്കുന്ന പ്രോട്ടീൻ എന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് എന്ത്, കോൺട്രാക്റ്റിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് മസിലിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ്. ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ ഓറുകളെ ഹീറ്റ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ മെറ്റലുകൾ അല്ലെങ്കിൽ മിനറൽസുകൾ ഭൂമിക്കടിയിൽ കാണുന്നത് ഓറുകളായിട്ടാണ്, അല്ലെ ഇരുമ്പിൻ്റെ ഓറ്, അങ്ങനെ അലുമിനിയത്തിൻ്റെ ഓർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ ചൂടാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും എക്സ്ട്രാക്ഷൻ അല്ല, കാൽസിനേഷൻ ആകാൻ സാധ്യതയുണ്ട്, റോസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്, കൊറോഷനും അല്ല. ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലേ. എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ ഓറിൽ നിന്ന് മിനറലിനെ മാറ്റുന്നതാണ്, കൊറോഷൻ എന്ന് വെച്ചാൽ തുരുപ്പിക്കുന്നതാണ്. പിന്നെ കാൽസിനേഷൻ, റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് അല്ലേ, ചിക്കൻ റോസ്റ്റ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് അല്ലേ. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ ഇല്ലാതെ മൂടി വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അങ്ങനെ ലോജിക്ക് ആലോചിച്ചാൽ കാൽസിനേഷനാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ താഴെയായിട്ട് വെച്ചിട്ട് ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, റിമൂവ് ആയി പോകും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മളവിടെ എന്ത് ചെയ്യും, നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ഇമ്പ്രൂവ് അല്ല, എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കാൽസിനേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ഓർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ടു റിമൂവ് ദ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ഈസ് കോൾഡ് കാൽസിനേഷൻ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. കാൽസിനേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഓറിന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യും ദ ആബ്സെൻസ് ഓഫ് എയർ. അങ്ങനെ എന്ത് പറ്റും, മെറ്റൽ കാർബണേറ്റുകൾ മെറ്റൽ ഓക്സൈഡും അതുപോലെ തന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡുകളായിട്ടൊക്കെ എന്ത് ചെയ്യും, മാറുന്നതാണ് നടക്കുന്നത്. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നേരെ തിരിയുന്നു, എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ റോസ്റ്റിംഗ്. കൊറോഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഓക്സിഡേഷൻ. തൊട്ട് മുമ്പത്തെ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ
വിശദീകരിച്ച പോയിന്റുകളാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ ഞാൻ വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, സമയം കളയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇനോഗ്രേറ്റഡ് ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് ദാറ്റ് വാസ് ഹെൽഡ് ഫ്രം 31st January to 8th February 2018 അറ്റ് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. അപ്പോൾ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് ഇനോഗ്രേറ്റ് ചെയ്തത് ആര് എന്നാണ് ചോദ്യം. അറിയാം, അത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് എന്തില്ല, ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് ഇല്ല. അതായത് ഇപ്പോൾ നമുക്ക് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് 2019 നമ്മൾ ഈ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസിൻ്റെ പേര് മാറ്റി എന്താക്കി, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആയിട്ട് മാറ്റി. നിങ്ങൾക്കറിയാമല്ലോ ഈ ഖേലോ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ യുവാക്കൾക്ക് സ്കൂള്, കോളേജ്, പിള്ളേർക്കിടയിലുള്ള സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഈ ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, 2024 നമുക്ക് കറണ്ട് അഫെയർ ആയിട്ട് പഠിക്കാം. നടന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, തമിഴ്നാട്ടിൽ ചെന്നൈ, കോയമ്പത്തൂർ, മധുര, തൃച്ചി സ്ഥലങ്ങളാണ് നടന്നത്. ഇതിൽ ഫസ്റ്റ് കിട്ടിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ഇനി ഈ വർഷം 2025 ഏപ്രിലിൽ യൂത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ബീഹാറിലാണ്. അപ്പോൾ ഇത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. അപ്പോൾ നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം ഫിസിക്സിൽ നിന്നാണ്. ദ റെസിസ്റ്റേഴ്സ് ഓഫ് 3 ohm, 6 ohm and 15 ohm are connected in parallel. വാട്ട് ഈസ് ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഈ റെസിസ്റ്ററുകളെ നമുക്ക് രണ്ട് രീതിയിലാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്താൽ അതിനെ നമ്മൾ സീരീസ് കണക്ഷൻ എന്ന്, ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? പാരലൽ കണക്ഷൻ എന്നും വിളിക്കും. നിങ്ങൾക്കറിയാമല്ലോ ഇതിലെ റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാത്തവരില്ലല്ലോ. കറണ്ട് ഫ്ലോയ്ക്ക് കൊടുക്കുന്ന തടസ്സത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് രീതി കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലായിട്ട് കണക്ട് ചെയ്യാം. ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്താൽ അത് സീരീസ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കണക്ട് ചെയ്താൽ അത് പാരലൽ കണക്ഷൻ. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ഉള്ള ഓരോരുത്തരും ചേർന്ന് കൊടുക്കുന്ന റെസിസ്റ്റൻസ് അതായത് വിളിക്കുന്ന പേരെന്താണ്? ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്നാണ്. അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്, തമ്മിലങ്ങ് കൂട്ടിയാൽ മതി. പാരലൽ സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് ഫോർമുല മാറും. അവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല 1/R is equal to 1/R1 plus 1/R2 plus 1/R3 എന്നാണ്. ഇതിൽ നമ്മൾ LCM എടുത്തിട്ട് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.7 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, എത്രയാണ്? 1.7 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 1.7 ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ്? 1/3 പ്ലസ് 1/6 പ്ലസ് 1/15 ചെയ്യും. ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടുപേരെയും ആദ്യം ചെയ്യാം, എന്നിട്ട് ഈ 1/15 കൊണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ, ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക്കലി അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ മാത്സിൽ അത് പഠിക്കുന്നതാണ്. സോ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 1.7 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, ഈ ഒരു ചോദ്യം നന്നായിട്ട് ശ്രദ്ധിച്ചു. ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ സെയിം ബോഡി ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ കാണുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ എന്ത് വിളിക്കും? കണ്ടോ, ഡെഫിനിഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് നോട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയാലും ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് ഞാൻ തരുന്നത് തന്നെ അതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ സെൻറ്റൻസിൽ ഒരു ഡാഷ് ഇട്ടിട്ട് നല്ല ചോദ്യം തരുന്ന ഒരു പരിപാടി റെയിൽവേക്കുണ്ട്. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്? ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ മോഷനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ പ്രഷർ അല്ല നമുക്കറിയാം. മോഷൻ എന്ന് പറയുമ്പോൾ അത് ഫോഴ്സ് അല്ല എന്നറിയാം, ഇനേർഷ്യ അല്ല എന്നറിയാം. ഉത്തരം മൊമെൻറ്റോ ആണ്. ഓക്കെ, അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റം ആണ്. അപ്പോൾ എന്താ മൊമെൻറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള മോഷൻ്റെ അളവ് അല്ലെങ്കിൽ എത്രത്തോളം മൂവ്മെൻ്റ് ഉണ്ട് എന്നതിനെയാണ് നമ്മൾ മൊമെൻറ്റോ എന്ന് വിളിക്കുന്നത്. അത് കിട്ടാനായിട്ട് നമ്മൾ മാസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൊമെൻറ്റത്തിന് ഷോർട്ട് ഫോം പി അല്ലേ. അപ്പോൾ നമുക്ക് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് പി ഈസ് ഈക്വൽ ടു എന്താണ്? mv. പി ഈസ് ഈക്വൽ ടു mv. മൊമെൻറ്റോ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതായത് അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഒരു ക്ലോസ്ഡ് സിസ്റ്റം നമ്മൾ എടുത്താൽ അതിനകത്തുള്ള മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന നിയമത്തിൻ്റെ പേരാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഓക്കെ, അതായത് m1v1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? m1u1 ഈക്വൽ ആയിരിക്കും അല്ലേ. മൊമെൻറ്റം ബിഫോർ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ. നമ്മളിങ്ങനെ കുറേ ബോളുകൾ വെച്ചിട്ട് ഒരു ബോളിനെ സൈഡിൽ നിന്ന് കൊണ്ട് ഇടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യം. നെക്സ്റ്റ് ചോദ്യം, ദ മൊമെൻറ്റം, വീണ്ടും മൊമെൻറ്റത്തിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം വന്നിട്ടുണ്ട്. ദ മൊമെൻറ്റം ഓഫ് എൻ ബോഡി ഈസ് 50 kg/m/s ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് 10 kg. വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി? അല്ലേ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് മൊമെൻറ്റം തന്നിട്ടുണ്ട് അല്ലേ, പി തന്നിട്ടുണ്ട്, മൊമെൻറ്റം തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒബ്ജക്റ്റിൻ്റെ മാസും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. മൊമെൻറ്റം പി എന്ന് വെച്ചാൽ എന്താണ്? അത് എം ഇൻറ്റു വി ആണ്. അപ്പോൾ എം ഇൻറ്റു വി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? അപ്പോൾ ഇവിടുന്ന് പി എന്ന് വെച്ചാൽ എന്തായിരിക്കും? എം ഈക്വൽ ടു ഇപ്പുറത്ത് പോകും. അപ്പോൾ എന്ത് വരും? പി ബൈ എം എന്ന് വരും. അതിൽ പി എത്രയാണ്? 50 ആണ്. എം എത്രയാണ്? 10 ആണ്. 50/10 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണെന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുക. സോ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ദ ബുക്ക് മൈ മ്യൂസിക് മൈ ലൈഫ് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. ഇത് ആരുടെ ഓട്ടോബയോഗ്രഫി എന്നതാണ് ചോദ്യം. ഇത് രവിശങ്കറിൻ്റെ ഓട്ടോബയോഗ്രഫി ആണ്. ഓക്കെ, ഈ രവിശങ്കർ എന്ന് പറയുന്നത് ഒരു സിത്താർ വായിക്കുന്ന ആളായിരുന്നു. ആ സമയത്ത് കറണ്ട് അഫെയറുമായിട്ടും ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. സക്കീർ ഹുസൈൻ ഈ അടുത്ത് മരിച്ചുപോയി. അപ്പോൾ സക്കീർ ഹുസൈനെ നോക്കി വെച്ചു. സക്കീർ ഹുസൈൻ തബല എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ആളാണ്. സക്കീർ ഹുസൈൻ മാത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള GK ഉറപ്പായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണം. അദ്ദേഹത്തിന് ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. 2025 റിലീസ് ചെയ്ത കുറച്ച് പുസ്തകങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദലായ് ലാമ സീക്രട്ട് ടു ഹാപ്പിനെസ് എഴുതിയത് ദിനേശ് സഹാറയാണ്. ടിപ്പു സുൽത്താൻ ദ സെയ്ഗ് ഓഫ് മൈസൂർ ഇന്റർഗ്നം പറയുന്നത് വിക്രം സമ്പത്തിൻ്റെ ബുക്കാണ്. ന്യൂ ഭാരത് മോദീസ് വിഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് 2004 രവി പരാശർ അടുത്ത രവി പരാശർ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം മോദിയുടെ പേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റെയിൽവേക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, ദ അൺയീൽഡിംഗ് ജഡ്ജസ് എ ട്രിബ്യൂട്ട് ടു ജസ്റ്റിസ് AN ഗ്രൂവേഴ്സ് ലെഗസി എഴുതിയത് ഗൗരി ഗ്രൂവർ മകളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ചൗങ് ഓൺ ഫുഡ് എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റി ചൗങ് ഇത് എഴുതിയത് അഭിജിത്ത് ബാനർജിയാണ്. അറിയാമെന്ന് വിശ്വസിക്കുന്നു. എക്കണോമിക്സിൽ നൊബേൽ സമ്മാനം വാങ്ങിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു അഭിജിത്ത് ബാനർജി. അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. സോ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അതുപോലെ സെയ്ദ് കിർമാനി അറിയാമല്ലോ, ഫോർമർ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ്. അദ്ദേഹം എഴുതിയ ബുക്കാണ് സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് ദ 22 യാർഡ്സ്. ഓക്കെ, സച്ചിനും ഇതുപോലത്തെ ഒരു ബുക്കുണ്ട് അല്ലെ, ഈ പറയുന്ന പേരുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ബുക്ക്. നിങ്ങൾക്ക് അതിൻ്റെ പേര് അറിയാമോ? ഇതിലൊന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഇത്തരത്തിൽ റീസെൻ്റ് ആയിട്ട് എഴുതിയ ബുക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിവിടെ സക്കീർ ഹുസൈനെ പറ്റി നോക്കാൻ മറക്കരുത് പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോഴ്സ് സീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഇത് കർണാടകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ സീരിയൽ ക്രോപ്പിനകത്ത് കോഴ്സ് എന്ന് പറയുന്ന ഈ ഉഴുന്ന് അതുപോലത്തെ സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. കുറച്ച് സ്റ്റേറ്റുകളും അവിടെ ലീഡിംഗ് പ്രൊഡ്യൂസ് ചെയ്ത ക്രോപ്പ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വീറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പഞ്ചാബാണ്. ഹരിയാനയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉത്തർപ്രദേശാണ് ഷുഗർ കെയിൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മധ്യപ്രദേശിൽ സോയാബീന്, മഹാരാഷ്ട്രയിൽ കോട്ടൺ, ഗുജറാത്തിൽ ഗ്രൗണ്ട് നട്ട്, രാജസ്ഥാനിൽ ബജ്ര, വെസ്റ്റ് ബംഗാളിൽ റൈസ്, തമിഴ്നാട് റൈസിന് ഇമ്പോർട്ടൻ്റ് ആണ്, ആന്ധ്രാപ്രദേശിലെ മാംഗോ, കർണാടകയിൽ കോഫി, കേരളത്തിൽ സ്പൈസസ്, റബ്ബറും ഉണ്ട്, ആസാമിലെ ടീ ഒക്കെയാണ് ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യവും അതേ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡാഷ് ഈസ് ദ ലീഡിംഗ് കോഫി പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കോഫി പ്രൊഡ്യൂസിങ് ഏതാണ്? അത് കർണാടകയാണ് ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ അത് നോക്കി വയ്ക്കാൻ മറക്കരുത്. വീണ്ടും ഫിസിക്സിലെ ഒരു ചോദ്യമാണ്. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് എ സർട്ടൺ ഹൈറ്റ് ഈസ് 200 ജൂൾ. ദ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ഇറ്റ് വെൻ ഇറ്റ് ജസ്റ്റ് ടച്ചസ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് ഡാഷ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഓപ്ഷൻ എ 0, ബി അത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണെന്നാണ്, സിയും പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഓപ്ഷൻ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വെച്ചു. സോ നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. നോക്കി, ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ് ഒരു സർട്ടൺ ഹൈറ്റിൽ. ആ ഒബ്ജക്റ്റിനകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 2000 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് താഴേക്ക് വീഴുമ്പോൾ ജസ്റ്റ് തറ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള എനർജി എത്ര എന്നാണ് ചോദ്യം. സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്കകത്ത് എന്താ പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കുറയുന്നു, അതെന്തിനായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറും അല്ലേ. അതായത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ് എപ്പോഴും എന്തെന്ന് പറയുന്നത്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ ഇരിക്കുമ്പോൾ ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ ഫുൾ എനർജി പൊട്ടൻഷ്യൽ എനർജി. താഴെ എത്തുമ്പോഴത്തേക്കും എനർജി എന്ന് പറയുന്നത് മൊത്തം എന്തായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 2000 ജൂളാണ് മുകളിൽ ഇരുന്നതെങ്കിൽ താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി എത്ര തന്നെ ആയിരിക്കും? അത് 2000 തന്നെ ആയിരിക്കും. ഓക്കെ, അത് എത്ര തന്നെ ആയിരിക്കും? 2000 തന്നെ ആയിരിക്കും. ഓക്കെ,
അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതിന് ഈക്വൽ ആയിരിക്കും അപ്പോഴത്തെ കൈനറ്റിക് എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി 2000 തറയിലെത്തുന്നതിന് മുമ്പ് കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? വിൽ ബി ഈക്വൽ ദ പൊട്ടൻഷ്യൽ എനർജി. കാര്യം മനസ്സിലായോ? ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴുള്ള എനർജി പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ഫോർമുല എന്തുവാണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. ഒരു ഒബ്ജക്റ്റ് സഞ്ചരിക്കുമ്പോൾ ഉള്ള എനർജി കൈനറ്റിക് എനർജി. അതിൻ്റെ ഫോർമുല എന്തുവാണ്? ഹാഫ് mv². ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. താഴോട്ട് വരുന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറയുകയും അതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുകയും ചെയ്യുന്നു. തറയിലെത്തുന്നതിന് തൊട്ട് മുമ്പ് പൊട്ടൻഷ്യൽ എനർജി മൊത്തം എന്തിലോട്ട് മാറിയിട്ടുണ്ട്? കൈനറ്റിക് എനർജിയിലോട്ട് മാറിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എനർജിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയെങ്കിൽ പേടിക്കേണ്ട, നമ്മുടെ ചാനൽ ഉടനെ തന്നെ ആ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്താണ്? എനർജി ക്യാൻ എയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ജസ്റ്റ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ടു അനദർ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ സം ആയിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എല്ലാം ഇവിടെ വിശദമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ബയോളജിയിൽ നിന്നാണ്. സ്പൈനൽ കോഡ് ഒറിജിനേറ്റ്സ് ഫ്രം. സ്പൈനൽ കോഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മെഡുല്ലയിൽ നിന്നാണ്. ബയോളജിയാണ്, പഠിച്ചു വയ്ക്കുകയേ പറ്റുള്ളൂ. പ്രധാനപ്പെട്ട ബ്രെയിൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഇവിടെ തലാമസ്, ഹൈപ്പോതലാമസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഫങ്ഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ? സെറിബ്രം, സെറിബ്രം, സെറിബ്രം. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? സെറിബ്രം ആണ്. നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം ആണ്. സെറിബെല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ബോഡി ബാലൻസ്, നമ്മുടെ പോസ്ചർ, വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. തലാമസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ഒരു റിലേ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ആണ് അല്ലേ? ബ്രെയിനിലോട്ട് ഇമ്പൾസ് വരുന്ന കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? തലാമസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഹൈപ്പോതലാമസ് എന്തായിരിക്കും? നമ്മുടെ ബോഡിലി ഫങ്ഷൻസ്, ഹങ്കർ, തെസ്റ്റ്, ബോഡി ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. സോ ബ്രെയിനും പാർട്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദ സ്വദേശ് ദർശൻ സ്കീം ഈസ് എൻ ഇനിഷ്യേറ്റീവ് ഓഫ് വിച്ച് മിനിസ്ട്രി? സ്വദേശ് ദർശൻ, സ്വദേശത്തെ ദർശിക്കുക, സ്വദേശത്തെ കാണുക എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നായിരിക്കും? കാണുക എന്ന് പറയുന്നത് ഫിനാൻസിനകത്തും ഹ്യൂമൻ റിസോഴ്സിനകത്തും ഡിഫൻസിലും വരത്തില്ല. സോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് വരുന്നൊരു പദ്ധതിയാണ് എന്ത്? സ്വദേശ് ദർശൻ എന്ന് പറയുന്നത്. അത് ടൂറിസം ഡെവലപ്മെൻറ്റ് ആണ്. 2014-15 വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കുറച്ച് സർക്യൂട്ടുകളായിട്ട് തിരിച്ച് വരുന്ന സഞ്ചാരികൾക്ക് അത് കണ്ട് രസിക്കാനുള്ളൊരു സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു അവസരമുണ്ട്. ബുദ്ധിസ്റ്റ് സർക്യൂട്ട്, കോസ്റ്റൽ സർക്യൂട്ട്, ഡെസേർട്ട് സർക്യൂട്ട്, എക്കോ സർക്യൂട്ട്, ഹെറിറ്റേജ് സർക്യൂട്ട്, ഹിമാലയൻ സർക്യൂട്ട്, കൃഷ്ണ സർക്യൂട്ട്, നോർത്ത് ഈസ്റ്റ് സർക്യൂട്ട്, രാമായൺ സർക്യൂട്ട്, റൂറൽ സർക്യൂട്ട് എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ സ്ഥലങ്ങൾ ഒരു ടൂറിസ്റ്റ് പാക്കേജ് പോലെയാണെന്ന് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക? നോക്കി വയ്ക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഡാഷ് മെരിസ്റ്റം ഈസ് പ്രസൻറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ ലീവ്സ് ഓർ ഇന്റർനോഡ്സ് ഓൺ എ ട്വിഗ്. ഒരു കമ്പിൽ ഈ പറയുന്ന ലീവ്സിൻ്റെ ഒക്കെ ഇടയിലായിട്ട് കാണുന്ന മെരിസ്റ്റം ഏതാണ്? അത് ഇന്റർകാലറി മെരിസ്റ്റമാണ് അല്ലേ? അപ്പോൾ മെരിസ്റ്റം 3 തരത്തിലുണ്ട്. അപ്പം എന്താ മെരിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽ ഡിവിഷൻ നന്നായിട്ട് നടക്കുന്ന, ചെടിയെ നീളം വയ്ക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് മെരിസ്റ്റം എന്ന് പറയുന്നത്. പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് മെരിസ്റ്റം എന്ന് പറയുന്നത്. 3 ഉണ്ട്. എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ഇന്റർകാലറി മെരിസ്റ്റം ഉണ്ട്, ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്. നീളം കൂട്ടാൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ടിപ്പുകളിലാണ് കാണുന്നത്. സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ലെങ്ത് കൂട്ടാൻ സഹായിക്കുന്നു. ലാറ്ററൽ മെരിസ്റ്റം എന്ന് വെച്ചാൽ ഇങ്ങനെ കാണുന്നതാണ്. അപ്പോൾ എന്ത് കൂടാൻ സഹായിക്കും? തിക്നെസ് കൂടാൻ സഹായിക്കും. എന്നാൽ എന്താണ് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലീവ്സിൻ്റെയും ഇന്റർനോട്സിൻ്റെയും ഒക്കെ ഇടയിൽ കാണുന്നതാണ് എന്ത്? ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് 3 തരം മെരിസ്റ്റം ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻഡിക്കേറ്റർ ഇൻ ലബോറട്ടറീസ്. നമ്മൾ ലബോറട്ടറിയിൽ ഏറ്റവും കോമണായി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ്. ഇതിനകത്തുള്ള എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കോമൺ എന്ന് പറയുന്ന ലിറ്റ്മസ് പേപ്പറാണ്. നിങ്ങൾക്കറിയാം ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ അതെന്തായിട്ട് മാറും? റെഡായിട്ട് മാറും. ബേസിൽ ബ്ലൂ ആയിട്ട് മാറുന്ന ഒന്നാണ് എന്ത്? ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. ഇത് ലൈക്കൺസിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാം. പിന്നെ മറ്റൊരു നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫിനോഫ്താലിൻ എന്ന് പറയുന്നത്. നമ്മൾ ടൈട്രേഷനൊക്കെ ഉപയോഗിക്കും അല്ലേ? ബേസ് സൊല്യൂഷനിൽ ഇത് പിങ്ക് ആയിട്ട് ഇരിക്കും. നമ്മളതിൻ്റെ പിങ്ക് കളറൊക്കെ ഫിനോഫ്താലിൻ ഒഴിച്ചിട്ട് പിന്നെ തുള്ളി തുള്ളിയായിട്ട് നമ്മൾ ഈ പറയുന്ന ബിപ്പറ്റും ബ്യൂററ്റും ഒക്കെ മറന്നുപോയാൽ നമ്മൾ +2 ചെയ്തിട്ടുള്ള സാധനമാണ്. ഇനി മറ്റൊരു ഇതാണ് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? അസിഡിക് സൊല്യൂഷനിൽ ഓറഞ്ച് ആയിരിക്കും. ബേസിക് സൊല്യൂഷനിൽ എന്തായിരിക്കും? യെല്ലോ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. സോ ഇതിൻ്റെ നിറം ഒന്ന് നോക്കി വയ്ക്കണം. കെമിസ്ട്രിയിൽ നമുക്ക് 10ാം ക്ലാസ്സിൽ
ഇതിൻ്റെ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് അവിടെ നോക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്കുകളൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുവെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ഇഫ് 92.6 grams ഓഫ് മെർക്കുറി റിയാക്ട് വിത്ത് 7.4 gram ഓഫ് ഓക്സിജൻ? സിമ്പിൾ ചോദ്യമാണ് അല്ലേ. മെർക്കുറി എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഇവിടെ 2 വേണ്ട. ഓക്കെ, എന്താണ് HgO എന്ന് പറയുന്നത്? ഇതിൻ്റെ പേരാണ് മെർക്കുറിക് ഓക്സൈഡ്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രോജൻ 92.6 ഗ്രാമും ഓക്സിജൻ 7.4 ഗ്രാമും ചേർക്കുമ്പോൾ എത്ര ഗ്രാം മെർക്കുറിക് ഓക്സൈഡ് ഫോം ചെയ്യുമെന്നാണ് ചോദ്യം. നമുക്കറിയാം കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് ഇതിനെ നമുക്ക് റിയാക്റ്റൻ്റ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ മാസ് തന്നെയായിരിക്കും എന്താണ് പ്രോഡക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ 92.6 + 7.4 100 സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ നിന്നുള്ള ചോദ്യമാണ്. ഒരു റിയാക്ഷനിൽ നടക്കുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നതും പ്രോഡക്റ്റിൻ്റെ മാസും തുല്യമായിരിക്കും. അതായത് മെർക്കുറിക് ഓക്സൈഡിൻ്റെ മാസ് എന്ന് പറയുന്നത് മെർക്കുറിയുടെ മാസ് പ്ലസ് അവിടെ നമ്മൾ ഉപയോഗിച്ച ഓക്സിജൻ്റെ മാസ്ക് എന്ന് മാറിപ്പോയി സംസാരിക്ക് തെറ്റിപ്പോന്നു. മാസിന് എന്തായിരിക്കും തുല്യമായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഹൗ മെനി പ്ലെയേഴ്സ് വെയർ നെയിംഡ് ഫോർ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് ബൈ ദ ഹോക്കി ഇന്ത്യ? അന്നത്തെ ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 33. നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് വെച്ചാൽ എന്തുവാണെന്നാണ്. ഇത് ഹോക്കിയുമായി ബന്ധപ്പെട്ട് മലേഷ്യയിൽ നടക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത്. 2024 നടന്നിട്ടുണ്ട്. അന്നത് ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് ജപ്പാനാണ്. അപ്പോൾ ഈ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. ഹോക്കിയാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി കോമൺവെൽത്ത് ഗെയിംസ് 2022 നടന്നത് എവിടെയാണ്? ബർമിംഗ്ഹാമിലാണ്. ബർമിംഗ്ഹാം എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. 2022 ലാസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അതിൻ്റെ വിന്നർ എന്ന് പറയുന്നത് ആരാണ്? ഓസ്ട്രേലിയയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2022 വിന്നേഴ്സ് എന്ന് പറയുന്നത് നടന്നത് ബർമിംഗ്ഹാം ആണ്, ഇംഗ്ലണ്ടിലാണ്. ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ദ ടൈം പീരീഡ് ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി ഈസ് ടി എന്ന് പറയുന്നത് 0.05 സെക്കൻഡ് ആണെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് അറിയാം ഒരു വേവിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന എണ്ണത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അല്ലെ F = 1/T നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1/0.05 അപ്പോൾ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. സോ 20 ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. സോ 20 ഹെഡ്സ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കൊരു വേവിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു വേവിൻ്റെ ഈ പറയുന്ന അഡ്ജസൻ്റ് ആയിട്ടുള്ള സെയിം ഫേസിൽ വരുന്ന 2 പോയിന്റുകൾ, അല്ലെങ്കിൽ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്രത്തോളം ഓസിലേഷൻ ഉണ്ടായി എന്നതാണ് ഫ്രീക്വൻസി. അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ട് വരുന്ന കാര്യമാണ്. ഉത്തരം 20 ഹെഡ്സ് ആണ്. വേവ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം. എന്ത് ടൈപ്പ് ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്? എന്ത് ടൈപ്പ് ബാങ്ക് എന്നതാണ് നമ്മുടെ ചോദ്യം. നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡെവലപ്മെൻറ്റൽ ബാങ്കാണ് അല്ലേ. ഫുൾ ഫോം അറിയാവുന്നവരൊക്കെ തന്നെ സുഖമായിട്ട് എഴുതാൻ പറ്റുന്നൊരു ചോദ്യമാണ്. നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് നബാർഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫിനാൻഷ്യൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇത് വരാനായിട്ട് കാരണമായ കമ്മീഷൻ ബി ശിവരാമൻ കമ്മിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് വരുന്നത്. 1980. ഓക്കെ, ഇപ്പോൾ ശിവരാമൻ കമ്മിറ്റിയുമായിട്ട് വരുന്നു. നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, GAയിൽ പഠിക്കുന്നുണ്ട്. പലതരം കമ്മിറ്റികളൊക്കെ രൂപപ്പെടുത്തിയിട്ടാണ് ഓരോ പുതിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. നെക്സ്റ്റ്, ബൃഹദീശ്വര ടെമ്പിൾ വാസ് ഡിസൈൻഡ് ബൈ ആരാണ്? സാമ വർമ്മയാണ് എന്ത് ചെയ്യുന്നത്? ബൃഹദീശ്വര ടെമ്പിൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ബൃഹദീശ്വര ടെമ്പിൾ തഞ്ചാവൂരിലാണ്. ചോള രാജാക്കന്മാരുടെ കാലത്താണ് പണി കഴിപ്പിക്കുന്നത്. രാജ ചോളൻ്റെ കാലത്താണ് ഇത് വരുന്നത്. 1987 ബൃഹദീശ്വര ടെമ്പിൾ എന്തായി? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് മാറിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ബോഡി ഓഫ് മാസ് 100 gram is rotating on a circular path of radius r with a constant velocity. The work done in one complete revolution will be. അപ്പോൾ വർക്കാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 1 കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ തുടങ്ങി തിരിച്ച് അവിടെ തന്നെ എത്തി.
അപ്പോൾ അവിടെ തന്നെ എത്തിയ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കറങ്ങി തിരിച്ചെത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മുടെ ഉത്തരം എ ആണ്. ഇവിടെ സർക്കുലർ മോഷനിൽ അവസാന പോയിന്റിൽ കറങ്ങി ഒരു റൗണ്ട് കറങ്ങി എത്തുമ്പോൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. ഓക്കെ, അതെന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാക്കുക. സർക്കുലർ മോഷനിൽ ഓരോ സെക്കൻഡിലും അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആ കാര്യമൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും വർക്ക് ഡണ്ണിൽ സർക്കുലർ. അടുത്ത്, ഹൂ അമംഗ് ദ ഫോളോയിങ് ഹാസ് റിലീസ്ഡ് ദ ഇന്ത്യ 2018 ബുക്ക് റീസെൻ്റ്ലി? 2018 ഇന്ത്യ 2018 ബുക്ക് റിലീസ് ചെയ്ത ആരാണത്? അത് സ്മൃതി ഇറാനിയാണ്. ഓക്കെ, അന്നത്തെ മിനിസ്റ്റർ ആയിരുന്നു സ്മൃതി ഇറാനി. സോ സ്മൃതി ഇറാനിയാണ് എന്ത് ചെയ്യുന്നത്? അന്ന് ഇറക്കിയത്. അറിയാലോ, ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെ പറ്റി വിശദീകരിക്കുന്ന ഒരു ബുക്കാണ് ഈ പറയുന്ന ഇന്ത്യ 2018 എന്ന് പറയുന്നത്. അത് ആദ്യം റിലീസ് ചെയ്ത ആരാണ്? സ്മൃതി ഇറാനി ആണ്. അടുത്ത ചോദ്യം, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് എൻ ഒബ്ജക്റ്റ് മൂവ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ദെൻ, അതായത് ഇപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായത് ഇങ്ങോട്ടാണ്, ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എന്താ ചോദിച്ചിട്ടുള്ളത്? എങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കുമോ? പവർ നോ പവർ ഈസ് റിലീസ്ഡ് ആയിരിക്കുമോ? നോ എനർജി ഈസ് റിലീസ്ഡ് ആയിരിക്കും? നോ വർക്ക് ഈസ് ഡൺ ആയിരിക്കുമോ? അപ്പോൾ നമുക്കറിയാം അല്ലേ, എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുന്നതാണ് വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. അപ്പോൾ എഫ് ഡോട്ട് ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ നമുക്കറിയാം കോസ് 90 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുകയും ഒബ്ജക്റ്റ് അതിൻ്റെ 90 ഡിഗ്രി ആംഗിളാണ് മൂവ് ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ യൂസ് ഇല്ലാതായിപ്പോയി. സോ വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ഒബ്ജക്റ്റ് മൂവ് ഒന്നും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. സോ നോ വർക്ക് ഈസ് ഡൺ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, സോ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെക്ടറിലേക്ക് വരും നമ്മളതിനെ എഫ് ഡോട്ട് എസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? എഫ് എസ് കോസ് തീറ്റ എന്ന് വിളിക്കും. അതിൽ എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ്, എസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, തീറ്റ അവർക്കിടയിലുള്ള ആംഗിൾ ആണെന്നും മനസ്സിലാക്കുക. കണ്ടോ, ഏത് റേഞ്ചിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ് കംസ് ടു റെസ്റ്റ്. അല്ലെ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് 50 മീറ്റർ പെർ സെക്കൻഡിലാണ്. അത് എന്ത് ചെയ്തു? 20 സെക്കൻഡ് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റിലെത്തിയെന്ന് വെച്ചാൽ 0-ലോട്ട് എത്തി. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയെന്നാണ് ചോദ്യം. സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി. അത് അവസാനം എത്തിയ വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു എന്നും ഫൈനൽ വെലോസിറ്റി നമ്മൾ വി എന്നുമാണ് വിളിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് 50 മീറ്റർ പെർ സെക്കൻഡിലാണ് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 50 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും. അപ്പോൾ അറിയാമല്ലോ, ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിലെ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. എസ് എന്ന ലെറ്റർ കൊണ്ട് കാണിക്കും. ഒബ്ജക്റ്റ് ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെലോസിറ്റിയാണ് യു. അത് നമ്മൾ എന്ത് വിളിക്കും? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കും. ഒബ്ജക്റ്റ് അവസാനം സഞ്ചരിച്ച വെലോസിറ്റിയാണ് വി. അത് നമ്മൾ എന്ത് വിളിക്കും? ഫൈനൽ വെലോസിറ്റി എന്ന് വിളിക്കും. എ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനുണ്ടാകുന്ന ആക്സിലറേഷൻ ആണെന്ന് മനസ്സിലാക്കുക. എന്താണ് ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് വി മൈനസ് യു ബൈ ടി ആണ്. ഈ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ? അടുത്ത ചോദ്യം, വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഈസ് അസോസിയേറ്റഡ്? നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഹോക്കിയാണ്, കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അടുത്ത ചോദ്യം, ഹൂ ഇസ് ദ ഡയറക്ടർ ഓഫ് ദ മൂവി ബാഹുബലി? ബാഹുബലി ഡയറക്ടർ എസ് രാജമൗലിയാണ്. അന്നത്തെ കറണ്ട് അഫെയർ ആണ്. അടുത്ത്, അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണോ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണോ, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണോ? അപ്പോൾ ഈ ഉത്തരം ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഉത്തരം ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, അതിനകത്ത് ന്യൂട്രോൺ ഉണ്ട്. ചുറ്റിലും എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ കിടന്ന് കറങ്ങുമെന്ന് നമുക്കറിയാം. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണ് നോ ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് നമുക്ക് ഏതിനെ വിളിക്കാം? അറ്റോമിക് നമ്പറിനെ വിളിക്കാം. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യത്തിൽ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. സോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ കൊടുക്കാം. എങ്കിലും കറക്റ്റ് നമ്മൾ പ്രോട്ടോൺ ആണ് എപ്പോഴും പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കറക്റ്റ് ഉത്തരവില്ല. എങ്കിലും മനസ്സിലാക്കുക, ഒരു ആറ്റത്തിനകത്തുള്ള, ഒരു ന്യൂട്രൽ ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി അതൊരു ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ അത് ഇലക്ട്രോണിൻ്റെ നമ്പറിനും ഈക്വൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി പ്രോട്ടോണിൻ്റെ എണ്ണവും അതുപോലെ ന്യൂട്രോണിൻ്റെ എണ്ണവും കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
നമുക്ക് മാസ് നമ്പർ എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അത് പ്രോട്ടോണിൻ്റെ ന്യൂട്രോൺ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ആൾക്കാരുടെ മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം. ഹൂ among the following was elected as the മധ്യപ്രദേശ് ഗവർണർ ഓഫ് 2018? മധ്യപ്രദേശ് ഗവർണറായത് ആനന്ദിബെൻ പട്ടേലാണ്. നമ്മുടെ പുതിയത് നോക്കാം. കേരളത്തിൽ പുതിയ ഗവർണർ വന്നിട്ടുണ്ട്. ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പുതിയ കേരള ഗവർണർ. മധ്യപ്രദേശിലാണെങ്കിൽ മംഗുഭായ് ഛഗൻഭായ് പട്ടേൽ, 9 പേരല്ലേ. മഹാരാഷ്ട്രയിലാണെങ്കിൽ CP രാധാകൃഷ്ണനാണ്. മണിപ്പൂരിലാണെങ്കിൽ അജയ് കുമാർ ബെല്ലയാണ്. അതുപോലെ റീസെൻ്റ് ആയിട്ട് നടന്ന ഗവർണർമാരുടെ അപ്പോയിൻമെൻറ്റ്, ലെഫ്റ്റനൻറ്റ് ഗവർണർമാരുടെ അപ്പോയിൻമെൻറ്റ്, അതുപോലെ എന്താണ് ചീഫ് മിനിസ്റ്റർമാരുടെ അപ്പോയിൻമെൻറ്റുകൾ നോക്കിയിട്ട് വേണം പോകാൻ. കറണ്ട് അഫെയറിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് GAയിലെന്നറിയാമല്ലോ. സോ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി കറണ്ട് അഫെയർ ബുക്ക് റീസെൻ്റ് ആയിട്ടുള്ളത് വാങ്ങിച്ച് പഠിക്കുന്നതാണ് നല്ലത്. അടുത്ത ചോദ്യമാണ്, ഇമേജ് ഫോംഡ് ബൈ കൺട്രോൾഡ് റേസ് ഓഫ് റിഫ്ലക്ഷൻ ദാറ്റ് വി ഗെറ്റ് ബൈ എക്സ്റ്റെൻഡിങ് ദ റേസ് ബാക്ക്വേർഡ്. ഇവിടെ ഈ എക്സ്റ്റെൻഡിങ് ദ റേസ് ബാക്ക്വേർഡ് കിട്ടിയാൽ തന്നെ ഒരുവിധം മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഏതോ ഒരു എന്തോ എടുത്തു, മിററോ ലെൻസോ എന്തോ എടുത്തു, പക്ഷേ എന്ത് ചെയ്തു, റേസ് നേരെ പോയില്ല. സോ നമ്മളൊരു ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഇമേജിനെ എന്ത് വിളിക്കുമെന്നാണ് നമുക്കറിയാമല്ലോ അല്ലേ. രണ്ട് റേസ് ആക്ച്വലി കൂട്ടിമുട്ടി കിട്ടുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ ബാക്കിലോട്ടൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കിട്ടുന്ന ഇമേജുകളാണ് എന്ത്, വെർച്വൽ ഇമേജ്. സോ ഉത്തരം എന്താണ്, വെർച്വൽ ഇമേജ് ആണ്. അപ്പോൾ ഇമേജുകൾ രണ്ട് തരം, റിയലും വെർച്വലും. ഞാനൊരു കോൺകേവ് വെച്ച് പറയാം. ഒരു കോൺകേവിൽ നമ്മൾ ലൈറ്റ് റേ വന്ന് തട്ടുന്നു, എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടായാൽ ഇത് റിയൽ. ഇനി നമ്മൾ ഈ ഇതേ കേസ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒബ്ജക്റ്റ് അടുത്തിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും, റേസ് തട്ടിപ്പോവും. ഒരു കാരണവശാലും ഇത് മീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഇമേജാണ് എന്ത്, വെർച്വൽ ഇമേജ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ റിയൽ ഇൻ്റർസെക്ഷൻ കാരണം ഉണ്ടാകുന്നത് റിയലും, അതുപോലെ നമുക്ക് എന്താണ് വെർച്വൽ ഇൻ്റർസെക്ഷൻ കാരണം ഉണ്ടാകുന്ന വെർച്വലും. ഓക്കെ, റിയൽ ഇമേജുകൾ എപ്പോഴും തലകുത്തനെ ആയിരിക്കും, നേരെ ഇരിക്കുന്ന ഇറക്റ്റ് ഇമേജുകൾ എപ്പോഴും വെർച്വൽ ആയിരിക്കും. ഓക്കെ, റിയൽ ഇമേജുകൾ നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും, വെർച്വൽ ഇമേജിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, കോൺകേവ് മിററും അതുപോലെ കോൺവെക്സ് ലെൻസും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് റിയൽ ഇമേജ് ആണ്. നേരെ മറിച്ച് കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും എപ്പോഴും ഉണ്ടാക്കുന്നത് എന്താണ്, വെർച്വൽ ഇമേജുമാണ്. അപ്പോൾ നമുക്കതിൽ ഓരോ റേ ഡയഗ്രം വരച്ച് പഠിക്കണം. ക്ലാസ്സുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേത് ക്ലാസ് അതിനെ റെഫർ ചെയ്യുക. ആ ടോപ്പിക്ക് നിങ്ങൾ ടച്ച് ചെയ്യാതെ പോകരുത്, അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അടുത്ത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലോടുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. ഇത് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നു കണ്ടോ. എസ് എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, IPC 377 ഇതിന് പ്രസക്തിയില്ല, ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെയിം സെക്സ് മാരേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്ന് ചോദിക്കാൻ കാരണം ഈ 2018 സുപ്രീം കോടതി എന്ത് ചെയ്തു, ഈ പറയുന്നത് ഇതൊരു ക്രിമിനൽ കുറ്റമായിരുന്നു. അപ്പോൾ ഇതിനെ ഇന്ന് 2018 സുപ്രീം കോടതി എന്ത് ചെയ്തിരുന്നു, ഈ സെയിം സെക്സ് മാരേജിനെ ഒരു കുറ്റമല്ലാത്ത രീതിയിൽ മാറ്റിയിരുന്നു. അപ്പം അന്ന് വന്നതാണ്. ഇപ്പോൾ നമുക്ക് പുതിയ ഭാരതീയ നീതി സംഹിതയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം മതി. അത് രവീന്ദ്രനാഥ് ടാഗോറിന് ഏത് കൃതിക്കാണ് നൊബേൽ സമ്മാനം കിട്ടിയത്, അത് ഏതാണ് എല്ലാവർക്കും അറിയാം, ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ബഹദൂർ ഷാ സഫറിനെ എങ്ങോട്ടാണ് നാട് കടത്തിയത്, ഇന്നത്തെ മ്യാൻമർ അന്നത്തെ ബർമ്മയിലോട്ടാണ് നാട് കടത്തിയത്. നിങ്ങൾക്ക് അറിയാമല്ലോ, മുഗൾ സാമ്രാജ്യത്തിലെ അവസാന റൂളറാണ് ആര്, ബഹദൂർ ഷാ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിനെ ബർമ്മയിലെ റങ്കൂണിലോട്ടാണ് ആര് നാട് കടത്തുന്നത്, ബ്രിട്ടീഷുകാർ നാട് കടത്തുന്നത്. കാരണം നമുക്കറിയാം, ഈ പറയുന്ന 1857 റിവോൾട്ട് അറിയാമല്ലോ, 10 മെയ്യിൽ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, മംഗൾ പാണ്ഡെ കൊല്ലുന്നതൊക്കെ കാരണമായിട്ട്. അപ്പോൾ ഇത് ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് 11 മെയ് 1857 ആയപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഡൽഹി പിടിച്ചടക്കിയിട്ട് ഈ പാവം ബഹദൂർ ഷാ അപ്പൂപ്പൻ എന്ത് ചെയ്തു, ഷഹൻഷാഹി ഹിന്ദ് എന്നൊക്കെ പറഞ്ഞ് വലിയ കൊട്ടി ഘോഷിച്ച് ആഘോഷിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ, നമുക്കന്ന് ഇന്ത്യക്കാർക്ക് അന്നും ഒരു ഐക്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഈ റിവോൾട്ട് ഫെയിലായി. അങ്ങനെ ബ്രിട്ടീഷ് ആർമി പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ബഹദൂർ ഷാ സഫറിനെ ബർമ്മയിലോട്ട് എന്ത് ചെയ്യുന്നു, ഡീപ്പോർട്ട് ചെയ്യുന്നു. അവിടെ വെച്ചാണ് അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത്, ഓതർ ഓഫ് ദ ബുക്ക് വൺ ഇന്ത്യൻ ഗേൾ ബുക്ക് എഴുതിയത് ആരാണ്, അത് ചേതൻ ഭഗത്താണ്. കുറച്ച് ഫേമസ് ബുക്കുകൾ, ചേതൻ ഭഗത്തിൻ്റെ ബുക്കാണ് 5 Point Someone, 2 States, വാട്ട് യങ് ഇന്ത്യൻ വാണ്ട്സ്. അമിത് ചൗധരിയുടെ ബുക്കാണ് ഫ്രണ്ട് ഓഫ് മൈ യൂത്ത്, ഒഡീസിയസ് അബ്രോഡ് എന്ന് പറയുന്നത്. വിക്രം ചന്ദ്രയുടെ ബുക്കാണ് സേക്രഡ് ഗെയിംസ്, റെഡ് എർത്ത്
ആൻഡ് പോറിങ്. വിക്രം സേത്തിൻ്റെ ബുക്കാണ് 2 ലൈവ്സ് ദ ഗോൾഡൻ ഗേറ്റ്. അതുപോലെ റീസെൻ്റ് ബുക്കുകൾ കറണ്ട് അഫെയർ ഉറപ്പായിട്ടും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. വിച്ച് ഓഫ് ദ ബിലോ ഡിവൈസസ് ഡസ് നോട്ട് യൂസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്? IC ഉപയോഗിക്കാത്ത ഡിവൈസ് ഏതാണ്? മൊബൈൽ ഫോൺസിനകത്ത് IC എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, നമ്മൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ സർക്യൂട്ടിനെയാണ് നമ്മൾ IC സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്, അല്ല ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. മൊബൈൽ ഫോണിനകത്ത് IC ഉണ്ട്, കമ്പ്യൂട്ടറിനകത്തുണ്ട്, ടെലിവിഷനകത്തുണ്ട്. ക്യാമറയ്ക്കകത്ത് IC ഇല്ലാതെ ക്യാമറകളുണ്ട്. സോ ഇവിടെ ഉള്ളത് വെച്ച് നമ്മുടെ കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത് എന്താണ്? ക്യാമറയാണ്. അറിയാലോ, ട്രാൻസിസ്റ്ററും ഡയോഡും റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ ഉപയോഗിക്കുന്നതാണ് എന്തൊരു IC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉപകരണങ്ങളെ വളരെ ചെറുതാക്കാൻ സഹായിച്ചത് IC സർക്യൂട്ടിലൂടെ വന്നതുകൊണ്ടാണ്. അത് പവർ കുറച്ച് എടുക്കത്തുള്ളൂ. കമ്പ്യൂട്ടർ, മൊബൈൽ, ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, AMU എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയാം. അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് എന്ത്? AMU എന്ന് പറയുന്നത്. നമ്മൾ എലമെൻറ്റുകളുടെയൊക്കെ മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു കാർബൺ 12 ആറ്റം എടുത്തിട്ട് അതിൻ്റെ 1/12 വെയിറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു AMU എന്ന് പറയുന്നത്. ഓക്കെ, ഈ AMUവിലാണ് നമ്മൾ എലമെൻറ്റുകളുടെയൊക്കെ മാസുകൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.6605 × 10⁻⁻24 ഗ്രാമിന് ഈക്വലാണ്. അപ്പോൾ ഗ്രാമിനേക്കാൾ എത്ര ചെറുതാണ് AMU എന്നറിയാമല്ലോ. എന്ന് വെച്ചാൽ ഒരു കാർബൺ 12 ആറ്റം എടുത്ത് അതിൻ്റെ 1/12, അതിന് 12 ഡിവൈഡ് ചെയ്തിട്ട് ആ 12-ൽ ഒരു ഭാഗത്തിൻ്റെ വെയിറ്റ് എത്രയാണോ അതാണ് എന്തെന്ന് പറയുന്നത്? ഒരു AMU എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ ഡ്രൈ സ്ലേക്കഡ് ലൈം. അതായത് സ്ലേക്കഡ് ലൈം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ആണ് എന്ത്? ഈ പറയുന്ന സ്ലേക്കഡ് ലൈം. അത് ഓർത്ത് വെച്ചോ. ഈ സ്ലേക്കഡ് ലൈം, ക്യുക്ക് ലൈം, അങ്ങനത്തെ കുറച്ച് ഈ ഓമന പേരുകളിൽ അറിയപ്പെടുന്ന കുറച്ച് കെമിക്കൽ കോമ്പൗണ്ടുകളുണ്ട്. അപ്പോൾ ഇവരെ ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ സ്ലേക്കഡ് ലൈമുമായിട്ട് എന്ത് ചെയ്യുന്നു? ക്ലോറിൻ ഗ്യാസ് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്നത്. CaOCl2 ആണ് എന്ത്? ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് റിയാക്ഷൻ ഏതാണ്? CaOH twice plus Cl2 gives CaOCl2 plus H2O. ഇതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ +2 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡയറക്റ്റ് ചോദ്യം എടുത്ത് തന്നേക്കുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ വഴി. ഇതിനകത്ത് വേറെ കോഡൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലേക്കഡ് ലൈമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു, ഫോം ചെയ്യുന്നതാണ് എന്ത്? CaOCl2 എന്ന് പറയുന്നത്. ഇതിനെ കാൽഷ്യം ഓക്സി ക്ലോറൈഡ് എന്ന് നമ്മൾ ബ്ലീച്ചിങ് പൗഡറിനെ വിളിക്കാറുണ്ട്. ഇതിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അറിയാമല്ലോ, നമുക്ക് തുണികളുടെയൊക്കെ നിറം ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ CaOH twice plus Cl2 gives CaOCl plus H2O. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, ഇപ്പോഴത്തെ CAG ആരെന്നാണ്? ഇത് 18ലെ കാര്യമാണ്. 18ൽ നമ്മൾ CAG എന്ന് പറയുന്ന രാജീവ് മഹർഷിയാണ്. ഇപ്പോൾ അത് K. സഞ്ജയ് മൂർത്തിയാണ് എന്തെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ 15ാമത്തെ CAG ആണ്. തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു 14ാമത്തെ എന്തെന്ന് പറയുന്നത്? CAG എന്ന് പറയുന്നത്. അപ്പോൾ അറിയാലോ, CAG ഗവർണർ, അതുപോലെ നമ്മുടെ അറ്റോർണി ജനറൽ, പ്രൈം മിനിസ്റ്റർ, നമ്മുടെ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ രാജ്യസഭാ ചെയർമാൻ, ലോക്സഭാ ചെയർമാൻ, ഇതൊക്കെ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് നമ്മൾ 100% നോക്കിയിട്ട് വേണ്ട ഭാഗങ്ങളാണ്. ചോദ്യം ഉറപ്പാണ്. അടുത്ത, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വെൻ ദ മണ്ഡൽ കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്? അല്ലെ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് സംവരണം കൊടുക്കാൻ വേണ്ടി വന്ന കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. ഇത് ആരുടെ കാലത്താണ് വന്നതെന്ന് വെച്ചാൽ അത് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത്? മണ്ഡൽ കമ്മീഷൻ വരുന്നത്. 1979 മൊറാർജി ദേശായി മന്ത്രിയായിരിക്കുന്ന ജനതാ പാർട്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നോക്കക്കാർക്ക് 27% റിസർവേഷൻ 1991 കൊണ്ടുവരുന്നത് എന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാത്തത് ഇതിലേതെന്ന് ചോദിച്ചാൽ അതേതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. ബേസിക് ആണ്, എല്ലാവരും പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ് അല്ലേ. നമുക്ക് 6 ഫണ്ടമെൻ്റൽ റൈറ്റേ ഇപ്പോൾ ഉള്ളൂ. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റും റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും. എന്നാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 78 നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് പ്രകാരം 1978 ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ എന്തായിട്ട് മാറ്റി? ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് മാറ്റി ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റി. ആർട്ടിക്കിൾ 300A ആണ് ഇപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ് പഠിക്കുന്ന ഏതൊരു കുട്ടിയും ഈ ഭാഗം ഉറപ്പായിട്ടും പഠിക്കുന്നതാണ്.
അടുത്ത് ഹിമാലയത്തിന് എത്ര പാരലൽ റേഞ്ചസ് ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം ഹിമാലയത്തിനകത്ത് 3 എണ്ണമാണുള്ളത്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് എന്നിങ്ങനെ 3 റേഞ്ചസ് ആണുള്ളത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ഹിമാലയ എന്ന് പറഞ്ഞ ഹിമാദ്രി, ലെസർ ഹിമാലയ എന്ന് പറഞ്ഞ ഹിമാചൽ, ശിവാലിക്സ് അഥവാ ഔട്ടർ ഹിമാലയാസ്, ഇങ്ങനെ 3 റേഞ്ചസ് ആണുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഏതാണ്ട് 44 ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ ഈ ഒരു ക്ലാസ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഏത് ടോപ്പിക്കുകൾ നമ്മൾ മിനിമം നോക്കിയിട്ട് പോകണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PDF വേണമെന്നുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.